ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ദേശീയപാതാ നിർമ്മാണത്തിനിടെ ചിലയിടങ്ങളിൽ വിള്ളലും മണ്ണിടിച്ചിലും സംഭവിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ 4ാം വാർഷികത്തിൽ പുതിയ ആയുധം കിട്ടിയെന്ന അത്യാഹ്ലാദമായിരുന്നു കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ മുഴച്ചു നിന്നത് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനമായിരുന്നു. ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മാനിക്കാതെ പിണറായി സർക്കാരിനിരിക്കട്ടെ പണിയെന്ന മട്ടിൽ ഒരു കളി. പക്ഷേ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതല കേന്ദ്ര സർക്കാരിനും അവരുടെ സ്ഥാപനമായ NHAI അഥവാ ദേശീയപാത അതോറിറ്റിക്കുമാണെന്ന് നാട്ടുകാർക്ക് പകൽവെട്ടം പോലെ മനസ്സിലായി. 5000 കോടി മുടക്കി പിണറായി സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൈമാറിയതോടെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് മുടങ്ങിപ്പോയ ദേശീയപാത വികസനം NHAI ഏറ്റെടുത്തു. പാതയുടെ ഡിസൈനും പ്രദേശത്തിൻ്റെ ഗുണപരിശോധനയും കരാറുകാരെ തീരുമാനിക്കുന്നതുമെല്ലാം അവരാണ്. ഇതെല്ലാം വെളിപ്പെട്ടതോടെ പ്രശ്നത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് വഴി തിരിച്ചുവിടാനുള്ള നീക്കം പാളി. വികസനം തടയുന്ന കുത്തിത്തിരിപ്പിനും വിള്ളൽ വീണു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത്, CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. ശ്രീ സേനാപതി വേണു, മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇന്ന് വൈകുന്നേരം പ്രതികരിച്ചത്, സംസാരിച്ചത്, LDF റാലിയിൽ പ്രസംഗിച്ചത് താങ്കൾ കേട്ടല്ലോ. കിട്ടിപ്പോയി ഒരു അവസരം എന്ന മട്ടിൽ ഇതിൽ പ്രതികരിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ആ വാദങ്ങളിൽ നിലനിൽക്കാനായോ എന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രതികരണം മാത്രം മതിയല്ലോ, വസ്തുതകൾ വിസ്മരിച്ച്, അതൊന്നും അറിയാത്ത ആളല്ല അദ്ദേഹം, വസ്തുതകൾ വിസ്മരിച്ച് അതാകെയും സംസ്ഥാന സർക്കാരിന് എതിരായി തിരിക്കാം എന്ന നിലയിലേക്കൊരു കേവല ആയുധം മാത്രമായി കണ്ട ഒരു പ്രതിപക്ഷം, കോൺഗ്രസ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ നിലയിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോയില്ലേ ഈ വിഷയത്തിൽ? ശരത്തെ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു. ഞാൻ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി എഴുതിയ ലേഖനവും വായിച്ചു. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് മംഗളം പല എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയത് മംഗളം ദിനപത്രത്തിലാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞത് അല്ല മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് എഴുതിയിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ഹൈവേ വികസനം ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം മിനിഞ്ഞാന്നാള്, അതായത് ഏതാ പത്രം, ദിവസം ഏതാ, 20-ാം തീയതി മംഗളം ദിനപത്രത്തിലെ സമഗ്ര വികസനം സവിശേഷ മുന്നേറ്റം പിണറായി വിജയൻ ആ വാക്യത്തിൽ എന്താണ് അപാകത? UDF ഭരണകാലത്ത് നിലച്ചുപോയ പദ്ധതി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ കരാറുകാരെ നിശ്ചയിച്ച് പണി നടത്താൻ അധികാരം ഈ സർക്കാരിനാണോ? താങ്കൾ അതെങ്ങനെ പരിമിതപ്പെട്ട് കാണുന്നത്? ഭൂമി ഏറ്റവും നല്ല വിലക്ക് എടുത്തു കൊടുക്കുക, അങ്ങനെ ഏറ്റെടുത്തുന്നല്ലേ? ഞാൻ പരിമിതപ്പെട്ടല്ല. ദേശീയപാത കൂരിയാട് തകരുന്നതിന് 24 മണിക്കൂർ മുമ്പ് ദേശീയപാതയുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വം 2016 വന്ന ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ലേഖനം എഴുതിയ മുഖ്യമന്ത്രി 48 മണിക്കൂർ കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെയായിരുന്നുവെങ്കിൽ സേനാപതി ഒരു കാര്യം, അദ്ദേഹം ആ പറഞ്ഞത് എന്താണ്? ഉണ്ടായ പിശകുമായി ബന്ധപ്പെട്ടാണ് ആ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 UDF
എഫ് ആയിരുന്നെങ്കിൽ, ഒരു സാങ്കല്പികമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ UDF ഭരണത്തിൻ്റെ തുടർച്ചയിൽ 16-ൽ UDF തന്നെയായിരുന്നു ഭരിക്കുന്നത് എങ്കിൽ, വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്കിൽ ദേശീയപാത വികസനം നടക്കുമായിരുന്നോ എന്ന ഒന്നാമത്തെ ചോദ്യം. 2021-ൽ ഒരു തുടർഭരണത്തിലൂടെ വീണ്ടും LDF വന്നില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ, ഈ പൂർണ്ണതയിലേക്ക്, ഇതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് ഈ പ്രവർത്തനം പോകുമായിരുന്നു. ഇതും മുഖ്യമന്ത്രി ഇന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർമ്മാണത്തിലുണ്ടായ പിശകുകൾ, പിഴവുകൾ, അതിന് ചുമതലപ്പെട്ട NHAA ഇത് തിരുത്തണം, ശരിയായി തിരുത്തണം, ശാസ്ത്രീയമായി തിരുത്തണം എന്ന ഡിമാൻഡാണ് അദ്ദേഹം വെച്ചത്. ആ ഭാഗമാണ് അങ്ങനെ അതിനെ സമീപിച്ച നിങ്ങളെയും വിമർശിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാറ്റിയല്ല ചെയ്തത്, ഇതെല്ലാം സമഗ്രമായി സമീപിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ സമഗ്രമായി സമീപിച്ചതിനെ ശരത്തിന്റെ വ്യാഖ്യാനത്തെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചതാ പറഞ്ഞത്, കൊല്ലത്ത് പ്രസംഗിച്ചതാണ് ഞാൻ പറഞ്ഞത്. എന്റെ വ്യാഖ്യാനമൊന്നുമില്ല അതിൽ. അല്ല, ഞാൻ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് നമ്മളിപ്പോ ടെലികാസ്റ്റ് ചെയ്ത് കേട്ടു. അതൊരു ഭാഗം മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം, അതിന്റെ പൊളിറ്റിക്സ് മറുഭാഗത്തുണ്ട്. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ശരത്തെ, ഇതിലെല്ലാം പൊളിറ്റിക്സ് ആണല്ലോ പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിലെ ഹൈവേ വികസനമാണ് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പത്രത്തിൽ ലേഖനം എഴുതി. ആ ലേഖനം അടിച്ച് പുറത്തു വന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റോഡ് താഴോട്ട് പോകുമ്പോഴേക്കും ഇത് കേന്ദ്രത്തിൻ്റെതാണ്. അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ, ഈ ഹൈവേയുമായി സംസ്ഥാന ഗവൺമെന്റിന് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വവുമില്ല, ഇതെല്ലാം കേന്ദ്രത്തിന്റെ വികസനമാണ്, ഇല്ല കേന്ദ്രത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിക്കും. പ്രശ്നം കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH ദേശീയപാത 66 അതിന്റെ വികസനമാണ് കഴിഞ്ഞ 9 കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുകയും, ഇന്നലെ റോഡ് തകർന്നു കഴിഞ്ഞപ്പോൾ ആ തകർന്നതിന്റെ കുഴപ്പം ഞങ്ങൾക്കല്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ വൈരുദ്ധ്യത്തെ ഒരു സംശയം ഈ കോടാനുകോടി രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനവും 5000 കോടിയോ അതിനടുത്തു പോലുമോ ഒരു തുകയും കൊടുത്ത് ഒരു ദേശീയപാത വികസനത്തിനും പണം മുടക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംസ്ഥാനം മുടക്കിയതിൻ്റെ ഷെയറും കോൺട്രിബ്യൂഷനും ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് പറയുക? അതേസമയം അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇതൊന്നും അറിയില്ല എന്നാണോ ധരിക്കേണ്ടത്? അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇതേതാണ്? പൻവേൽ ടു കന്യാകുമാരി വരുന്ന NH66 ആണ്. പൻവേൽ ഏതായാലും കേരളത്തിലല്ലല്ലോ, കന്യാകുമാരിയും കേരളത്തിലല്ല. അതിനകത്തെ കേരളത്തിൻ്റെ പോർഷന് വേണ്ടിയിട്ടാണ് ഈ പണം മുടക്കിയത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്? ഇത് കേന്ദ്രത്തിൻ്റെ NHAയുടെ റോള് അതേക്കുറിച്ച് പ്രതിപക്ഷത്തിന് അറിയാത്തതാണോ? കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് അറിയാത്തതാണോ? അല്ല, പ്രതിപക്ഷം ഇപ്പോഴല്ല, ഏതാണ്ട് ഒരു വർഷമായില്ലേ നമ്മുടെ എവിടെയാ കാളികാട്, അതെ കൂളികാട് ഒരു പാലം അപ്പാടെ തകർന്ന്, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏത് ഉപതെരഞ്ഞെടുപ്പാണ്, ഒരു മെമ്മറിയിൽ ഇപ്പോൾ കൊള്ളും, ഏതോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് കൂളികാവ് അല്ലെ കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദേശീയപാതയിലെ ഒരു പാലം സമ്പൂർണമായി തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്നും പ്രതിപക്ഷം ഈ കാര്യം വളരെ സ്പഷ്ടമായി 2 ഗവൺമെന്റുകളോടും പറഞ്ഞ, നോട്ട് ടു എ സിംഗിൾ ഗവൺമെന്റ്, 2 ഗവൺമെന്റുകളുടെ, കാരണം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ നിർമ്മാണത്തിൽ അപാകതകളുണ്ട്, അശാസ്ത്രീയതയുണ്ട്, അതോടൊപ്പം അഴിമതിയും നടക്കുന്നു. അതുകൊണ്ടാണ് ആ പാലം അതിന്റെ ഗാർഡർ ഉയർത്തുന്ന സമയത്ത് അത് താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഞങ്ങൾ ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പറയുന്നത് എന്താണ്? ഞങ്ങൾ വികസന വിരോധികളും വികസന മുടക്കികളുമാണ്, പാലത്തിന് തകരാറുണ്ടായി കഴിഞ്ഞാൽ മന്ത്രിക്കാണോ ഉത്തരവാദിത്വം? ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതികരണങ്ങളിൽ ഒന്നിലും ഇതിനകത്ത് നിർമ്മാണ ചുമതലയുള്ള അധികാരപ്പെട്ട NHAയും അതുമായി ബന്ധപ്പെട്ടവരുടെ കോൺട്രിബ്യൂഷൻ, അതിനകത്തെ പ്രശ്നങ്ങളിലേക്കല്ല അദ്ദേഹത്തിൻ്റെ ഊന്നൽ പോയത്. അദ്ദേഹം അതിൽ നിന്ന് പരിഹാസരൂപേണ സംസ്ഥാന സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും പൊതുമരാമത്ത് മന്ത്രിയിലേക്കും മാത്രം ഈ വിഷയത്തെ ഷിഫ്റ്റ് ചെയ്യും വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പരിഹാസരൂപേണ ഉണ്ടായത്. നോ ഡൗട്ട് അതൊരു ഉത്തരവാദപ്പെട്ട സമീപനമായിരുന്നില്ല എന്നിന്ന് നാടിന് മനസ്സിലായില്ലേ? 9 കൊല്ലത്തെ വികസന നേട്ടം കഴിഞ്ഞ് 10ാമത്തെ കൊല്ലത്തെ ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഞങ്ങളുടെ റിസൾട്ട് ഷീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ പറഞ്ഞ പോലെ പൻവേല്, ബോംബെക്ക് അപ്പുറത്ത് അല്ല എന്താ പറഞ്ഞ ബോംബെ പട്ടണത്തിനടുത്ത് നിന്ന് ഔട്ടർ ബോംബെയിൽ നിന്ന് തുടങ്ങുന്ന പനവേലിൽ നിന്ന് തുടങ്ങി ഇവിടെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ദേശീയപാത, അതിൽ കേരളത്തിലെ മുഴുവൻ നിർമ്മാണത്തിന്റെയും എന്താ പറഞ്ഞ ക്രെഡിറ്റ് ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ
പറഞ്ഞപ്പോ ഞങ്ങൾ പറയുന്നു കേരളത്തിന് ഇതിൽ നിങ്ങളാണ് ക്രെഡിറ്റ് ഇല്ല ഭരിക്കുന്നത്, എന്നാണോ? നിങ്ങൾ കാലഘട്ടത്തിലെ കേരളത്തിന് ക്രെഡിറ്റ് ഇല്ലേ സേനാപതി? കേരളത്തിന് ക്രെഡിറ്റ് ഉണ്ടോ ഇക്കാര്യത്തിൽ? ക്രെഡിറ്റ് ഉള്ളവർ ഡിസ്ക്രെഡിറ്റും എടുക്കണമെന്നേ. ക്രെഡിറ്റ് ഉള്ളവർ അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഡിമാൻഡ് ചെയ്തത് നിർമ്മാണത്തിന് ചുമതലപ്പെട്ട അധികാരപ്പെട്ട ഏജൻസിയോടും അവരെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞത് ഇത് അടിയന്തരമായി പരിഹരിക്കണം, വേണ്ട ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകണം. ഇന്ന് അതിനനുസരിച്ച് തീരുമാനം വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ചുമതലപ്പെട്ട അന്വേഷണത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമൊക്കെ അതുകൊണ്ടാണ്. ആ നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടല്ലേ. എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിന് ഇക്കാര്യത്തിൽ ക്രെഡിറ്റ് ഇല്ലേ? ഏത് പാലം തകർന്നു വീണതിന്റെ ക്രെഡിറ്റ് പകുതി കേരളവും ഏൽക്കണം. റോഡ് തകർന്നു വീണതിന്റെ ഈ ദേശീയപാത നിങ്ങളുടെ കാലത്ത് സ്തംഭിച്ചു പോയത് പുനരെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതിൽ കേരളത്തിന് ഒരു ക്രെഡിറ്റ് ഇല്ലെന്നാണ് എൻ്റെ ചോദ്യം. ഒന്നോട് പറഞ്ഞേ. നിങ്ങളുടെ കാലത്ത് സ്തംഭിച്ച് നിലച്ചുപോയ ദേശീയപാത വികസനം ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കി ഭൂമി അങ്ങോട്ട് കൈമാറി നിങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്തൂ എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന കേരളത്തിന്, ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരോ സർക്കാരിൻ്റെ പേരോ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം, കേരളത്തിനൊരു ക്രെഡിറ്റ് ഇതിലില്ലേ? അല്ല, ഈ 2016 ഇത് നിലച്ചുപോയി എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ. അത് നിലച്ചു പോവുകയല്ലോ, അതൊരു പ്രോസസ്സായിട്ട് തുടർന്ന് വരുന്നു. ഗവൺമെന്റ് മാറി, അടുത്ത ഗവൺമെന്റ് മുൻ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല അമേരിക്കയിൽ ഒരു പരിപാടിയിൽ വെച്ച് ഇന്നലെയോ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണെന്ന് അറിയുമോ? അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹവും ഒക്കെ പിണറായി എടുത്ത അല്ലെങ്കിൽ CPM എടുത്ത സ്റ്റാൻഡിനൊപ്പം അദ്ദേഹവും നിന്നു എന്നാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടത്. അങ്ങനെ സർവകക്ഷി യോഗത്തിൽ ഈ നിലപാട് മുന്നോട്ട് വന്നു. അതിനകത്തൊരു വാചകം ഞാൻ പറയാം. അന്ന് ഈ 45 മീറ്ററിൽ തന്നെ ദേശീയപാത വികസനം വേണം എന്നൊരു നിലപാട് സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷത്തെ പോലെ ചെയ്യുന്നത് ഭരണപക്ഷമായതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഭാവിയിൽ പാരയാകുമോ എന്ന് കണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല അന്നത്തെ പ്രതിപക്ഷത്തെ നയിച്ച പാർട്ടി പറഞ്ഞത്. നിങ്ങൾ 45 മീറ്ററിൽ തന്നെ ഇത് നടപ്പാക്കണം എന്ന് പറയുകയും അന്ന് അതിനോട് എതിർത്തയാളാണ്, ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം അതിനെ എതിർത്തയാളാണ്, അതിനോടൊരു താല്പര്യമില്ലായിരുന്നു മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് എന്ന് പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് സാർ. അല്ല, ഞാൻ അതിന്റെ ഒരു തർക്കത്തിന് വേണ്ടി യശശരീരനായ മംഗളം ദിനപത്രത്തിൽ സ്ഥിരമായിട്ട് കോളം എഴുതുന്ന ആളുണ്ടായിരുന്നല്ലോ KM റോയിയുടെ പഴയ ഒരു ലേഖനമുണ്ട്. ഞാൻ ഇപ്പൊ ചർച്ചയ്ക്ക് പോകുന്നത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് ആ വിഷയത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇതൊക്കെ തൊടാൻ കഴിയില്ല, സേനാപതിക്ക് അത് തൊടാൻ കഴിയില്ല, അതുകൊണ്ടാണ് വേറെ പലരും തിരക്കി പോകുന്നത്. ആയിക്കോട്ടെ. സർവകക്ഷി സംഘം വന്ന് ചെന്ന് ദേശീയപാതയുടെ വീതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഡോക്ടർ മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിച്ചെന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും കാണില്ല എന്നുള്ളത്. കേരളം ഭരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയത്തിലേക്ക് വളരെ സേനാപതി അത് നല്ലതാ, പ്രേക്ഷകരോട് പറയേണ്ടതാണ്. അധികം ചിരിക്കാത്ത പ്രധാനമന്ത്രി ചിരിച്ചുപോയി എന്നാണ് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ. അതായത് രാജ്യത്തെല്ലാം ദേശീയപാത വികസിക്കണം എന്ന് പറയുമ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് പോകുന്ന സർവകക്ഷി യോഗത്തിൽ പല അഭിപ്രായങ്ങൾ വരും. അതിൽ കേരളത്തിലെ അക്കാലത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞത് 45 മീറ്ററിൽ തന്നെ ദേശീയപാത വികസനം വേണം. അന്ന് ആ പാർട്ടിയെ നയിച്ച സെക്രട്ടറിയുടെ പേര് ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നാണ്. തർക്കിക്കാൻ കഴിയുമോ സേനാപതിക്ക്? തർക്കിക്കാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്രട്ടറി കൂടിയാണ് പറഞ്ഞത്. എന്നിട്ട് ഇച്ഛാശക്തിയോടെ കേന്ദ്ര സർക്കാരിനോട് 45 മീറ്ററിൽ ദേശീയപാത വികസനം വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് 30 മീറ്ററിലേക്ക് ചുരുക്കണം. എന്നിട്ട് അതാണ് മൻമോഹൻ സിംഗ് ചിരിച്ചത്. മൻമോഹൻ സിംഗ് ചിരിച്ചത് രാജ്യത്ത് മുഴുവൻ ദേശീയപാത വികസിക്കണമെന്ന് പറയുമ്പോൾ ഇത് വികസിക്കണ്ടേ, ഒന്ന് ചുരുക്കി തരൂ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ റെപ്രസെന്റേഷൻ ലെറ്റർ വന്നപ്പോഴാണ് ചിരിക്കാത്ത മൻമോഹൻ സിംഗ് പോലും ചിരിച്ചു പോയത് എന്ന് പറഞ്ഞൊരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. ആ ലെറ്ററിൽ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയും അന്നത്തെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേറൊന്നും കൊണ്ടല്ല, ഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആ പൊതു തീരുമാനത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സർക്കാർ കത്ത് കൊടുക്കുക? ഉമ്മൻചാണ്ടിയുടെ താല്പര്യം പോലെ അത് ചുരുക്കാനാണ് ശ്രമിച്ചത്. ഞാൻ എടുത്ത് വായിച്ചു തരണോ രമേശ് ചെന്നിത്തല പറഞ്ഞത്? വേണേ വായിച്ചു തരാം, വായിച്ചു കേൾപ്പിക്കാൻ. അമേരിക്കയിൽ എന്താണ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചതെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് പോകാതിരിക്കുക. പക്ഷേ
ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിക്ക് അത് അതിലും വലിയ തെറ്റ് കേട്ടോ, അത് അതിലും വലിയ തെറ്റാണ്. ഭൂമി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡോക്യുമെന്റ് വെച്ച് ചർച്ച ചെയ്തതാണ്. കാരണം എന്താ, അവർ ആഗ്രഹിക്കുന്ന വില അല്ലെങ്കിൽ പൊന്നും വില കിട്ടണം. അങ്ങനെ ഭൂമിക്ക് വില കിട്ടണമെന്നുള്ള നിയമം പാർലമെന്റിൽ, അതായത് സഫീഷ്യന്റ് ആയിട്ടുള്ള നഷ്ടപരിഹാരം കോമ്പൻസേഷൻ കിട്ടണമെന്നുള്ള നിയമം, ഇപ്പം ഡോക്ടർ സമ്പത്ത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ നിയമം പാർലമെന്റിൽ പാസ്സായതിനു ശേഷമാണ് ആളുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് മനസ്സ് നിറയുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കാനുള്ള കേന്ദ്ര നിയമം വന്നതിന് ശേഷമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ സുഗമമായിട്ടുള്ളതും അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന നമ്മൾ ഇത്ര നേരം സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു, രണ്ടുപേര് കേട്ടിരിക്കുന്നു. പക്ഷെ അതിൽ ചില കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് പതിവിന് വിപരീതമായി കുറച്ചു നേരം നമ്മൾ തമ്മിൽ തന്നെ സംസാരമാകാമെന്ന് വിചാരിച്ചത്. ഇനിയും വീണ്ടും എന്നെ കൊണ്ട് പുതിയ ഡോക്യുമെന്റുകൾ, പുതിയ ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതകൾ എന്നെ കൊണ്ട് താങ്കൾ പറയിപ്പിക്കാൻ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. 2014 UPA സർക്കാർ അവസാനിക്കുന്നത്. ഈ 2013 കൊണ്ടുവന്ന ഫെയർ വാല്യൂ കോമ്പൻസേഷൻ, ഇത് പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച വാദമാണ്. അതാണിപ്പോൾ ശ്രീ സേനാപതി പറയുന്നത്. അതിൻ പ്രകാരമാണ് ഇവിടെ ഈ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ശുദ്ധ കളവാണ്, വസ്തുതാപരമായി പിശകാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ വരുമ്പോൾ 13 ആക്ടുകൾ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, 13 ആക്ടുകൾ പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിനെ ഈ ഫെയർ വാല്യൂ കോമ്പൻസേഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു UPA ഭരണകാലത്ത്. അതിൽ 7ാമത്തെ ഇനമായി സീരിയൽ നമ്പറായി ഇട്ടിരിക്കുന്നത് ഏതാണെന്ന് അറിയുമോ ശ്രീ സേനാപതി വേണുവിന്? ദ നാഷണൽ ഹൈവേസ് ആക്ട് 1956. അതുപ്രകാരം രാജ്യത്ത് ഭൂമി ഏറ്റെടുത്താൽ അതിന് ഫെയർ വാല്യൂ കോമ്പൻസേഷൻ കൊടുക്കണ്ട എന്ന നിലയിലാണ്. അന്നതിനെ രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം എതിർത്തു. അതിൻ്റെ പുറത്ത് ഭേദഗതി അവതരിപ്പിച്ചു, വോട്ടിനിട്ടു. ആ ആവശ്യത്തെ അന്നത്തെ കേന്ദ്രമന്ത്രി അടക്കം ജയറാം രമേശായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര സർക്കാർ അത് തള്ളിക്കളഞ്ഞു. അതിനകത്ത് 13 ആക്ടുകളുണ്ട്. അതിൽ റെയിൽവേസ് ആക്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റീസ് ആക്ട് ഉണ്ട്, ദ കോൾ ബെയറിംഗ് ഏരിയാസ് അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് ഉണ്ട്. അത് നമുക്കത്ര പരിചിതമല്ലാത്തതാണ്, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആറ്റോമിക് എനർജി ആക്ട് അതിനകത്ത് വരുന്നുണ്ട്, മെട്രോ റെയിൽവേസ് ആക്ട് വരുന്നുണ്ട്. അതിലെ 7ാമത്തതാണ് ശ്രീ സേനാപതി വേണു, ദ നാഷണൽ ഹൈവേസ് ആക്ട്. എന്ന് വെച്ചാൽ 2016 ഈ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ UPA സർക്കാരിന് ഒരു കോൺട്രിബ്യൂഷനും പറയാനില്ല, അങ്ങനെ ഒരു മാർഗ്ഗനിർദ്ദേശവുമില്ല. അതിൽ ദേശീയപാത വികസനം ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളത്, മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ശ്രീ സമ്പത്ത്, ഈ തർക്കവും വർത്തമാനവും നിരീക്ഷണവും ഒക്കെ കേട്ടല്ലോ. പ്രതിപക്ഷത്തിൻ്റെ മനോഭാവം ഇന്നലെ മുതൽ ഈ വിഷയം വന്നപ്പോൾ എന്താണ്? ഇത് 500-ൽ പരം, 540-ഓ 560-നോ ഇടയിൽ വരുന്നൊരു കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ ദേശീയപാത വികസനം, 6 വരിപ്പാത എന്ന് പറയുന്നത്. ഇതിൽ 3 ജില്ലകളിൽ അങ്ങിങ്ങായിട്ടാണ് വിള്ളൽ കണ്ടത്. ഈ പാത തുറന്നു കൊടുത്തിട്ടില്ല, കമ്മീഷനിങ് കഴിഞ്ഞിട്ടില്ല, നിർമ്മാണ വേളയിലുമാണ്. പക്ഷേ ഗൗരവമാണ് ഉണ്ടായ സംഭവം. NHAIക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ സ്വതന്ത്ര നിരീക്ഷക സംവിധാനം വളരെ പ്രധാനപ്പെട്ട ആളുകൾ വന്നിരിക്കുന്നു, അടിയന്തരമായ റിപ്പോർട്ട് കൊടുക്കും എന്ന പോലുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനനുസരിച്ച് NHAI ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിച്ചത് എത്രമാത്രം വസ്തുതാപരമായാണ്, അങ്ങനെ സമീപിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് അവർ തന്നെ സമൂഹത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയോ? എന്താണ് താങ്കളുടെ നിരീക്ഷണവും വിമർശനവും? ശരത്തെ, എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അഡ്വക്കേറ്റ് സേനാപതി പറഞ്ഞതിൻ്റെ ഒരു പകുതി സമയം എനിക്ക് ദയവായി ഒന്ന് അനുവദിച്ചു തരണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാദഗതിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ കാശ്മീർ വിഷയത്തിന് കാരണക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എന്ന് BJPക്കാർ പറയുന്നതിനെ അവരങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണ് എന്ന് RSSകാർ പ്രചരിപ്പിക്കുന്നതിനെ അദ്ദേഹം അങ്ങ് അത് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഈ രാഷ്ട്രത്തിലുണ്ടായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പരിമിതികൾ, പോരായ്മകൾ, കുഴപ്പങ്ങൾ, അപാകതകൾ, അതിനെല്ലാം കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളാണ് എന്ന് BJPക്കാരും RSSകാരും അടക്കമുള്ള സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് അതങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചുരുക്കത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ കാടടച്ച് വെടിവെക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ല, അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഡിസൈൻ ആരാണ് ശരത്ത്? നാഷണൽ ഹൈവേയുടെ ഡിസൈൻ, ദേശീയപാതയുടെ ഡിസൈൻ, അത് ദേശീയപാത 66 ശരി, ഏതായാലും ശരി, അതിൻ്റെ ഡിസൈൻ എന്നുള്ളത് അത് ദേശീയപാത അതോറിറ്റിയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. പിന്നെ അത് വരുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് ആണ്. ഇതാണല്ലോ. ഇനി ഇതിൻ്റെ ടെൻഡറിങ് നടത്തുന്നത് ആരാണ്?
ഇതിൻ്റെ ടെൻഡറിങ് നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് അവരാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇതിലൊരു വ്യത്യാസമുള്ളത്. അത് അവിടെ വരുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് NHIDCL ആണ് വരുന്നത്. സൂപ്പർവിഷൻ ആരാണ്? മേൽനോട്ടം. ആ മേൽനോട്ടം എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ അപ്പോയിൻറ്റഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ. ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പൂർത്തീകരണ സാക്ഷ്യപത്രം ആരാണ് കൊടുക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ പ്ലസ് ഫൈനൽ ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഇതിൻ്റെ റിസ്ക് കവറുണ്ട്, ഇൻഷുറൻസ്. അതാരാണ്? അതിൻ്റെ കോൺട്രാക്ടറും അതിൻ്റെ കൺസെഷനറുമാണ്. ആരാണ് അവരെ നിയമിച്ചിട്ടുള്ളത്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ടർ ആരാണ്? ഡ്യൂറിങ് DLP, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഈ കാര്യത്തിൽ. ഇതിന് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആരാണ്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ NHIDCL ആണ്. ഇതാണല്ലോ അവസ്ഥ. അപ്പോൾ ചോദിക്കും, ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ LDF ഗവൺമെൻറ് ഇതിൽ എന്ത് കാര്യം എന്ന്? കേരളത്തിലെ LDF കാര്യത്തിന് LDF ഗവൺമെൻറ്റിന് കാര്യമുണ്ട്. ഒന്നും രണ്ടും പിണറായി സർക്കാരിന് തന്നെയാണ് ഇതിന് കാര്യമുള്ളത്. ഏതാണ്ടൊരു 12 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ, ആ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം മറന്നുപോണ്ടാകാം. അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെൻറ്റിന് അയച്ച കത്തും കേരള സർക്കാരിന് അയച്ച കത്തുമടക്കം പുറത്തു വിട്ടുകൊണ്ട് അവർ വല്ലാതെ രോദനം നടത്തി. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷക്കാലമായി, ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുത്ത് തന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ജോലി ഇവിടെ അവസാനിപ്പിച്ചു പോകുന്നതാണ് നല്ലത് എന്ന്. ഇത് ഇവർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ അവർ ഇടമൺ കൊച്ചി പവർ ലൈൻ അങ്ങനെ വലിക്കാൻ കഴിയാതെ വന്നതിന് അതിനൊക്കെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് നേരിട്ടറിയാം. ഞാനന്ന് പാർലമെൻറ്റ് അംഗമായിരുന്നതും ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന കമ്മിറ്റി മുമ്പാകെ ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരടക്കം അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. 5500 കോടി രൂപയോളം കേരളം ഈ ഇന്ത്യ ഗവൺമെൻറ്റിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നല്ലോ. നാഷണൽ ഹൈവേ വികസനം നടക്കുന്ന ഏതു സംസ്ഥാനമാണ് 1 ഇന്ത്യൻ രൂപ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നത്? ഇതിന് GST അടക്കം അത്തരത്തിൽ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ സർക്കാരല്ലേ ചെയ്തത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരു ക്രെഡിറ്റുമില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടമുണ്ടെങ്കിൽ ആ നേട്ടം എന്നുള്ളത് അതിൻ്റെ കോട്ടം കൂടി നിങ്ങൾ എടുക്കണമെന്നുള്ളത്. ഈ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇതിൻ്റെ യൂട്ടിലിറ്റീസ്, പൊതുജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൊതുസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, കുടിവെള്ളം, മറ്റ് പൈപ്പ് ലൈനുകൾ, വൈദ്യുതി ലൈനുകൾ മുതലായവ സമയബന്ധിതമായി ഇത് മാറ്റുകയും അത്തരത്തിൽ അത് പുനഃസ്ഥാപിക്കുന്ന മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചെയ്യേണ്ടി വരുന്നു. കോഓർഡിനേഷൻ വിത്ത് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ലോക്കൽ പഞ്ചായത്തുകൾ. അപ്പോൾ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെ ഇതിൻ്റേതായ ഏകീകരണം, ഏകോപനം എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടിച്ചേർന്ന് വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ NH-66മായി ബന്ധപ്പെട്ട് അതിൻ്റെ പല റീച്ചുകളുണ്ട്, പല സെഗ്മെൻറ്റുകളുണ്ട്. അതൊരിടത്ത് സംഭവിച്ചത് അത് നിർഭാഗ്യകരമായ സംഭവമാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ NHAയുടെ തന്നെ ഉദ്യോഗസ്ഥരും അവരുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കേരളത്തിലെ ദേശീയപാത വികസനത്തിന് മുടക്കണമെന്നും അങ്ങനെ ഇതങ്ങ് ഉദ്ഘാടനം ചെയ്ത് കളയാൻ പറ്റില്ല എന്നുമൊക്കെ ഉള്ളത് UDFൻ്റെ നേതാക്കളും BJP നേതാക്കൾ പറഞ്ഞത് അവരുടെ തന്നെ മെഗാഫോണായി അത്തരത്തിൽ പറഞ്ഞതെല്ലാം അതെല്ലാം റെക്കോർഡിൽ തന്നെ ഉണ്ടല്ലോ. പത്രമാധ്യമങ്ങളിൽ മാത്രമല്ല, അതെല്ലാം ഇവിടെ ഏറിൽ തന്നെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളിൽ ഒരുപാട് ആർക്കൈവ്സിലേക്കൊന്നും കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കൾ തിരയേണ്ടതായിട്ടില്ല. ഓക്കെ, ശരി. അതായത് താങ്കൾ പറഞ്ഞ പോലെ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊളിഞ്ഞു വീണാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ആരൊക്കെയാണ് എന്ന് നാട്ടുകാർക്ക് വെളിപ്പെടുന്നതിനും ആ മനസ്സിലിരിപ്പ് മനസ്സിലാവുന്നതിനുമൊക്കെ ഏതായാലും ഇത് ഇടവരുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഗൗരവമായി തന്നെ കണ്ട് പരിഹരിച്ച് തന്നെ പോകേണ്ടതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇതാണ് കേന്ദ്ര സർക്കാരും NHAയും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. കാരണം അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഉള്ളത് തന്നെയാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ ആ സംഘം സ്ഥലത്തെത്തി അടിയന്തരമായി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നിർമ്മാണമൊക്കെ അതേ തുടർന്നാണ് ഉണ്ടാവുക. ശ്രീ സമ്പത്ത് അതിൻ്റെ മറ്റു ചില വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരുമ്പോൾ, ലാൽകുമാർ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തു പറയുന്നു എന്നുള്ളത് ഒരു സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ഈ
വാർത്തയിലൂടെ ഇതൊക്കെ പുറത്തു ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരുമ്പോൾ യഥാർത്ഥത്തിൽ NHAIയുടെ ഇക്കാര്യത്തിലുള്ള വീഴ്ചകൾ വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ച് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും ആ ഏജൻസിയും വളരെ ജാഗ്രതയോടെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് വേണ്ടത് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യുകയും അതാകെയും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കണം എന്ന തരത്തിലേക്കൊരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ഒരു സമൂഹത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇടപെടലായി നിശ്ചയമായി മാറും. പക്ഷേ അദ്ദേഹം ഈ വിവരം പുറത്തു വന്നപ്പോൾ പ്രതികരിച്ച ആ ഒരു രീതി മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന മട്ടിലായിപ്പോയോ? കാരണം അദ്ദേഹം ആദ്യം തന്നെ വലിയ പരിഹാസ രൂപേണ ഫ്ലെക്സ് വെച്ചവരെ ഒന്നും കാണാനില്ലല്ലോ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതാവായി പദവിയിലിരിക്കുന്ന ഒരാളുടെ ഒരു സമീപനത്തിൻ്റെ രീതി എല്ലാവർക്കും മനസ്സിലാകും വിധത്തിലേക്ക് സ്വയം വെളിപ്പെട്ടോ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെയും കൈകാര്യം ചെയ്തപ്പോൾ? അതാണ് ലാലിനോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഈ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ദേശീയപാതയ്ക്ക് ഭൂമി എടുക്കുന്നത് UPA സർക്കാർ കൊണ്ടുവന്ന ഫെയർ വാല്യൂ കോമ്പൻസേഷൻ ഉണ്ടായിരുന്നില്ല എന്ന പ്രശ്നം നേരത്തെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നു. രേഖകൾ വെച്ചാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമസഭയിലെയും പ്രസംഗങ്ങൾ അടക്കം നമ്മളന്ന് കാട്ടിയിരുന്നു. അന്ന് ലാല് സന്നിഹിതനായിരുന്നു. വീണ്ടും സേനാപതി, അന്ന് ആ ചർച്ചയിൽ സേനാപതി ഉണ്ടായിരുന്നു. ആ സേനാപതി ആ വിഷയം എടുത്തിട്ടതുകൊണ്ട് അതിൽ കൂടി താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ ആദ്യം പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ എപ്പോഴും എടുക്കാറ്. നോക്കൂ, ഐ ഹാവ് നെവർ സീൻ ആൻ ഓപ്പോസിഷൻ ലീഡർ ഹൂ ഈസ് ഇറസ്പോൺസിബിൾ ടു ദിസ് ലെവൽ. ഇത്രയും ഇറസ്പോൺസിബിളായി ഒരു കാര്യത്തെ കാണുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. നോക്കൂ, നമ്മുടെ എല്ലാം മുന്നിലുള്ളൊരു ഫാക്റ്റാണ്. എന്താണ് അത്? പ്രതിപക്ഷ നേതാവിന് കൃത്യമായി അറിയാവുന്ന വിഷയമാണ്, കൂടുതൽ തർക്കിക്കേണ്ട വിഷയം പോലുമല്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നോ? നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ക്രെഡിറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഇവിടെ ലാൻഡ് അക്വിസിഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ലായിരുന്നു. ലാൻഡ് അക്വിസിഷൻ അക്വയർ ചെയ്ത് നമ്മൾ അവരിലേക്ക് കൊടുക്കുക. അത് കൊടുത്ത ശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ സെൻറ്ററാണ്. അതിൻ്റെ കോമ്പീറ്റൻറ്റ് അതോറിറ്റി സെൻറ്ററാണ്. കാര്യം നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് എടുത്ത 1956 ആക്ടിലെ 10 സെക്ഷനേ ഉള്ളൂ. അതെടുത്ത് വായിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ മൊത്തത്തിൻ്റെ കോമ്പീറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന അതോറിറ്റീസിനെ ഏൽപ്പിക്കുക. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് പ്രതിപക്ഷ നേതാവിന് കൃത്യമായി അറിയാം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം എന്താ? പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം ഈ മരുമകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര്, മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്നൊരു പ്രയോഗമുണ്ടല്ലോ. സെയിം സാധനമാണ് പ്രതിപക്ഷ നേതാവിൽ വർക്ക് ചെയ്യുന്നത്. എന്ത് സംഭവിച്ചാലും അതുകൊണ്ട് പിണറായി വിജയൻ്റെയും LDF സർക്കാരിൻ്റെയും മുകളിൽ കൊണ്ടുവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ഗ്ലിച്ച് ഉണ്ടായല്ലോ. അതിനെന്തായാലും ഇപ്പം സംസ്ഥാന സർക്കാരിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ തന്നെ എടുക്കാതിരിക്കട്ടെ. അങ്ങനൊരു കാര്യം ഇല്ല, പക്ഷെ എന്നാലും എടുക്കാതിരിക്കട്ടെ. അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെ ഒന്ന് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ലല്ലോ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഒന്ന് കുറ്റപ്പെടുത്തുന്നതിന് തോന്നുന്നില്ലല്ലോ. അദ്ദേഹം അപ്പോഴും പിണറായി വിജയൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതിൽ പരം ഒരു നാരോ മൈൻഡഡ്നെസ്, യു കനോട്ട് ഫൈൻഡ് ഔട്ട് സച്ച് നാരോ മൈൻഡഡ്നെസ് എനിവെയർ. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ആദ്യത്തെ കാര്യം. നോക്കി, ഇതിനകത്ത് നമ്മൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആക്ട് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് പരിധി നോക്കുമായിരുന്നു. അതിനകത്ത് സെക്ഷൻ 5 തൊട്ട് ഉള്ള ആക്ട് സെക്ഷൻ എടുത്ത് 10 സെക്ഷനേ ഉള്ളൂ. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് നാഷണൽ ഹൈവേയുടെ മെയിൻ്റനൻസ് നടക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും. ഡെവലപ്മെൻറ്റ് എന്നുള്ള പ്രയോഗം തന്നെ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്ന നോക്കി അതിനകത്ത് വന്നു കഴിഞ്ഞു. ആ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നത് സെൻറ്ററാണ്. നോക്കൂ, പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കാര്യം നമുക്ക് പോലെ ആക്കാൻ പറ്റുമോ കേരളത്തിന്? ഇന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമെന്നാണ്. ആരാ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെ ഈ ആൾക്കാരെ പറ്റിക്കാനായിട്ട്, ഈ സത്യം പറഞ്ഞ ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ ബോധത്തിലൊന്നും അല്ല ഇപ്പോഴത്തെ ജനം നിൽക്കുന്നത്. നോക്കൂ, പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇവർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ തിരിച്ചു പറയുമെന്നും അത് ജനങ്ങളിലേക്ക് എത്തുമെന്നും നമുക്കറിയാം. അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഇതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എടുത്തു വെക്കുന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ്. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റി ലാൻഡ് അക്വിസിഷനാണ്. അതിൻ്റെ കോമ്പൻസേഷൻ ശരിക്കും സെൻറ്റർ കൊടുക്കേണ്ടതിന് നമ്മൾ കൊടുത്തു. ഇത് വിജയകരമായി നടക്കേണ്ടത് കൊണ്ട് കേരളം കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അവിടെയാണ് നിങ്ങൾക്ക് 5,000 crore rupees സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്. അത് ഉമ്മൻചാണ്ടിക്ക് പറ്റില്ലായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള കറേജ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഇത് ഈ പറയുന്ന ഇതുവഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആൾക്കാർക്ക്. അഡ്വക്കേറ്റ് ലാൽകുമാർ, നേരത്തെ ഞാനും സേനാപതിയും തമ്മിൽ സംസാരിച്ച വിഷയമാണെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്തയുടെ ഒരൊറ്റ വാക്യം മാത്രം വായിക്കാം. ദേശീയപാതയുടെ വീതി കൂട്ടുന്നതിനോട് ഉമ്മൻചാണ്ടിക്ക് വിയോജിപ്പുണ്ടായിരുന്നു പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഷിക്കാഗോയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ബാക്കിയൊന്നും ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം കാരണവും പറയുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിഷമമായിരുന്നു അദ്ദേഹത്തിന്. മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പണം നൽകി ഭൂമി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു വെച്ച കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആയതുകൊണ്ടാണ് ഞാനത് കൂട്ടിച്ചേർത്തത്. ലാലി തുടർന്നുള്ളൂ, പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഇത് രമേശ് ചെന്നിത്തല സമ്മതിച്ചില്ലേലും ഇത് തന്നെയാണ് സത്യം. ഇത് നമ്മുടെ കൺമുന്നിൽ കണ്ട കാര്യങ്ങളല്ലേ. രാഷ്ട്രീയം ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ കൺമുന്നിൽ കണ്ട ആൾക്കാരല്ലേ. അതിനകത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തല തിരിച്ചാ പറഞ്ഞതെങ്കിൽ പോലും എനിക്ക് സംശയമൊന്നുമില്ല ഇക്കാര്യത്തിൽ. ഇത് വളരെ സുവ്യക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. കൃത്യമായി ഈ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ ഇത് ത്വരിതപ്പെടുകയും അത് നല്ല രീതിയിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും ഗഡ്കരിയും നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഗഡ്കരിക്കും അതിനകത്തൊരു ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. ഇതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ്. ഇത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കട്ടെ, ഞാൻ ഉദാഹരണം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കട്ടെ, കമ്മീഷൻ കഴിഞ്ഞ ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിലാണെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് പ്രകാരം ആരാണോ കൺസ്ട്രക്ട് ചെയ്തത് അവരാണ് ഇതിന് പൈസ മുടക്കേണ്ടത്. വേറെ ആർക്കും ചിലവൊന്നുമില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ വന്നത് ഒരു വീക്ക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണോ? അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ റീറ്റെയിനിങ് വാളിന് സ്ട്രെങ്ത് ഇല്ലാതെ, ഇപ്പം അത്രയും ഹൈറ്റിലായതുകൊണ്ട് റീറ്റെയിനിങ് വാളിന് അത്രയും കാര്യത്തിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. വി വിൽ ഹാവ് ടു ഫൈൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് സൊല്യൂഷൻസ്. അതിന് പകരം ഇത് പൊളിഞ്ഞു വീണു. ഇത് ഫോട്ടോ എടുത്ത നമ്മളല്ലേ. നോക്കൂ എത്ര ചീപ്പായിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്തത്. നോക്കൂ, ചീപ്പായിട്ടാണ് പ്രസന്റ് ചെയ്തത്. ഒരു സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി ഉണ്ടായ ഒരു വിഷയത്തെ അതിന്റെ ക്രെഡിറ്റ് അവരെടുക്കത്തില്ലേ? ഞാൻ പറഞ്ഞ നാളെ നമുക്കുള്ളതാണ് ക്രെഡിറ്റ്. അത് ഉമ്മൻചാണ്ടിക്കും സേനാപതി വേണുവിൻ്റെ പാർട്ടിക്കുള്ളതല്ല. അത് പറയാൻ നമ്മൾ ഒരു കാരണവശാലും മടിക്കാനും പാടില്ല. ഈ പറയുന്ന സംസ്ഥാനത്തുകൂടെ ഈ രീതിയിൽ ഈ ദേശീയപാത പോകുന്നതിന്റെ ക്രെഡിറ്റ് ആർക്ക്? അത് പിണറായി വിജയൻ സർക്കാരിനുള്ളതാണ്. അത് അല്ല ഉമ്മൻചാണ്ടിക്ക് സർക്കാരൊന്നും അല്ല. ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയതാണ്, അതിന്റെ കണ്ടിന്യൂവേഷനാണ് എന്നൊക്കെ അത് ക്രെഡിറ്റ് എടുക്കാനായിട്ട് അത് ഇവർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നതല്ലേ? അപ്പം ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നതല്ലേ? നമ്മൾ പറയുന്നത് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ വാദം. ഇത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അന്തരീക്ഷം ആരുണ്ടാക്കി? അത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതല്ല. ആ അന്തരീക്ഷം പോലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതല്ലാതെ അപ്പൊ ഇങ്ങനൊരു റോഡ് കാണുമ്പം ഈ റോഡ് ടാർ ചെയ്ത് നമ്മളാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ടാർ ചെയ്യാനായിട്ട് അവിടെ റോഡിന് സ്ഥലം വേണ്ടേ? അതിന്റെ ഏറ്റവും എക്സ്പെൻഡിച്ചർ വരുന്നൊരു പാർട്ട് അതല്ലേ. ആ പാർട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ശരി, ഉണ്ട്. ലാൻഡ് അക്വിസിഷൻ ഈ പറയുന്ന ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമില്ലാതെ എടുത്തിട്ടുണ്ടോ? പൈസ മാത്രം കൊടുത്താൽ പോരല്ലോ. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഇല്ലാതെ, ഒരു സോഷ്യൽ ഡാമേജ് ഉണ്ടാകാതെ, ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാകാതെ ഈ ലെങ്തി സ്ട്രെച്ചിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്കത് കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പിണറായി വിജയന്റെ ക്രെഡിറ്റ്. ഉറപ്പായിട്ടും അത് തന്നെയാണ് ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് പിണറായി വിജയൻ ഉള്ളതാണ്. അത് രമേശ് ചെന്നിത്തല പറഞ്ഞാലും പറഞ്ഞില്ലേലും, ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ലേലും, കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ലേലും അത് പിണറായി വിജയനുള്ള ക്രെഡിറ്റ് ആണ്. പിന്നെ ഇവരുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട്, ഇതാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതുകൊണ്ട് റോഡ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേരളത്തിലെ സമഗ്രമായി നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ റോഡുകളുടെ ക്വാളിറ്റി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് കുഴി വരും, അല്ലെങ്കിൽ ഒരിടത്ത് ഇടിഞ്ഞു പോകും. അത്രത്തോളം മഴ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇടിഞ്ഞു പോയേക്കാം. അതുകൊണ്ട് റോഡ് വികസിച്ചിട്ടില്ലെന്ന് ഇവർ പറയാൻ പാടില്ല. ഇവർ ചെയ്യുന്ന പണി അതാ. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കേരളത്തിൽ സമഗ്രമായ റോഡ് വികസനം നടക്കുന്ന ഭാഗമായി ഒരിടത്ത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ പറയും, നോക്കൂ ഇതാണോ പിണറായി വിജയന്റെ റോഡ്, കണ്ടോ പൊളിഞ്ഞത് കണ്ടോ. ഇവർ പറഞ്ഞ കാലത്തെ പൊളിഞ്ഞത് നമ്മൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത 10 വർഷത്തെ ചർച്ച ഇവരുടെ സമയത്ത് പൊളിഞ്ഞത് മാത്രമായിരിക്കും. പൊളിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ എല്ലാ പൊളിയുന്നതും നമ്മുടെ മണ്ടയ്ക്ക് വെക്കാൻ നിൽക്കണ്ട. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് കേരളത്തിൽ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു വലിയ ബൂസ്റ്റ് നമുക്കുണ്ടായി. ആ ബൂസ്റ്റ് ജനങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ വികസനം.
റോഡ് നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യങ്ങളിലെ ഉള്ള റോഡിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന്. വണ്ടി ഓടിച്ച് പോകുന്നവൻ അറിയാവുന്നേ അത്. ശരി ശരി. അത് കാണും, നമ്മൾ വണ്ടി ഓടിക്കുന്നവരല്ലേ. അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് വികസനമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് മണിയാശാന്റെ മണ്ഡലത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പോയി. അദ്ദേഹം ചോദിച്ചതെന്നറിയോ, എങ്ങനെയുണ്ട് ഇവിടുത്തെ വഴി, എങ്ങനെയുണ്ട്? നല്ലതാണ് ആശാനെ. അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, നമ്മുടെ വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്കെയിലാണത്. ആ സ്കെയിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഈ വെപ്രാളം കാണിക്കുന്നത്. ലാല് പറഞ്ഞു വരുന്നത് പ്രതിപക്ഷത്തെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ലാല് പറഞ്ഞു വന്നതാണ്. അടുത്ത റൗണ്ടിൽ ലാൽ അതേക്കുറിച്ച് കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വികസനത്തിന്റെ വലിയ മുന്നേറ്റം വന്നു. നിരന്തരം പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ പ്രശ്നം ഇവിടെ സേനാപതി വേണു. ഇനിയിപ്പോൾ നോക്കൂ, വന്നിട്ടുള്ള വിവരങ്ങൾ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം. കാരണം നാട്ടിലെ റോഡിൻ്റെ ചില ഭാഗങ്ങളാണല്ലോ ആ 3 ജില്ലകളിലായി വിള്ളൽ വീഴുകയോ മണ്ണിടിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ റീച്ചിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റിംഗ് കമ്പനി KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ കേന്ദ്ര സർക്കാർ ഡീബാർ ചെയ്തു. തർക്കിക്കാൻ യാതൊരു ന്യായവും ഇല്ല. കേന്ദ്ര സർക്കാരാണ് ഡീബാർ ചെയ്തത്. കൺസൾട്ടൻ്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ചെയ്യാൻ ചുമതലപ്പെട്ടവർക്കേ ചെയ്യാൻ കഴിയൂ. കേരളമല്ല അത് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ തന്നെ വ്യക്തം. പക്ഷേ അടിയന്തരമായി ഇടപെടണം, വേണ്ട പരിഹാരം നടത്തണം എന്ന ഡിമാൻഡ് കേരളത്തിന് ചെയ്യാം. അത് അന്നു മുതൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരവും ആ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തുക. ആ ടീമിനെ, ഇൻഡിപെൻഡൻറ്റ് ടീമിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് വന്നതുമായി ബന്ധപ്പെട്ട്. ഇത് കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിർമ്മാണം എന്നതിൻ്റെ വളരെ സ്പെസിഫിക്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം മുഴുവൻ സംസ്ഥാന സർക്കാരിന് മേൽ ചുരിയാൻ നിൽക്കുന്നു എന്നതേ ഇതിൽ പ്രശ്നമുള്ളൂ നിങ്ങളെ സംബന്ധിച്ച്. അല്ലാതെ നിങ്ങളേതാണ്ട് വലിയ വേറെ ഏതെങ്കിലും അപരാധം ചെയ്തു എന്നല്ല. ഇതിനെ വേർതിരിച്ച് കാണാനും അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇല്ലാതെ പോയി എന്നതാണ് പ്രശ്നം. ഇനി കേരളത്തിലെ പാതകൾ സേനാപതിക്കറിയാം, സേനാപതി ഇടുക്കിക്കാരനല്ലേ. കേരളത്തിലെ സംസ്ഥാന പാതകൾ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. 2010 നമ്മളൊക്കെ സഞ്ചരിക്കുന്ന മനുഷ്യരാണല്ലോ കേരളത്തിലെ റോഡുകളിലൂടെ. 2016 മുതൽ പണിത റോഡുകളൊന്നും കുണ്ടും കുഴിയും ആകാത്ത വിധം വർഷങ്ങളോളം നിലനിൽക്കാൻ കഴിയും. ഇത്രയും മഴ പെയ്യുന്ന കാലത്ത് പോലും വർഷങ്ങളോളം നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഗുണനിലവാരത്തിലാണ് സംസ്ഥാന പാതകൾ കേരളത്തിൽ രൂപപ്പെട്ടു മാറിയിട്ടുള്ളത്. ദേശീയപാത ആ വിധത്തിലേക്ക് മാറുമ്പോൾ ഇത്തരം അപാകതകളും അപകടങ്ങളും കണ്ടാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല നമ്മൾ കേരളീയർ. എന്താ സംശയം സേനാപതി? അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ചിപ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടിയും വന്നിരിക്കുന്നു. ഡീബാർ ചെയ്തു ആ കമ്പനിയെ. മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൊരു റീച്ച് ഊരാലിങ്കൽ ചെയ്യുന്നുണ്ട്. എത്ര ഗംഭീരമായിട്ടാണ് അവർ ചെയ്തു തീർത്തത്. ഇതിനോടകം വാർത്തകൾ വന്നു, ഒറ്റ തൂണിൽ തീർത്ത വലിയ ഫ്ലൈ ഓവർ വരെയുണ്ട്. അതെല്ലാം വളരെ ഗംഭീര മികവോടെ. ഇനി എങ്ങാനും ഊരാലിങ്കൽ, സാങ്കല്പിക ചോദ്യമാണ്, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ച പോലെ, ഊരാലിങ്കലിനെങ്ങാനും ആയിരുന്നു വടകര ആസ്ഥാനമായൊരു കമ്പനിക്ക് എടുത്ത സ്ഥലത്താണിത് വന്നിരുന്നത് എങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയൊക്കെ അതിനെ മാറ്റി തീർക്കുമായിരുന്നു. വസ്തുതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജനങ്ങളോട് തുറന്നു പറയാൻ ഇനിയെങ്കിലും മനസ്സ് കാട്ടണം. അധികാരമില്ല, അധികാരം പോയി, ഇനിയും കിട്ടില്ല എന്ന ഒരൊറ്റ ചിന്തയിൽ നിന്നല്ല പ്രശ്നങ്ങളോട് നേതാക്കളും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കേണ്ടത് എന്നാണ് ഇത്തരം വിഷയങ്ങളിൽ പറയാൻ തോന്നുന്നത്. ശ്രീ സേനാപതി, ഈ ഊരാളുങ്കല് ആണ് ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് 3.25 കോടി രൂപയ്ക്ക് സ്കൂൾ കെട്ടിടം പണിത്. അറിയാമായിരുന്നല്ലോ ശരത്തിന്. ഒരുപക്ഷെ ലാൽകുമാറിന് അത്ര ഇതിനെക്കുറിച്ച് ഓർമ്മയില്ലായിരിക്കും. പണി പൂർത്തിയായി 45 ദിവസം പൂർത്തിയായില്ല. ഊരാളുങ്കലിന്റെ പണിയുടെ സാധനങ്ങളെല്ലാം കൂടെ താഴോട്ട് പോയത് ഈ കേരളത്തിൽ തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ ഊരാളുങ്കൽ ആണ് പണിതത് എങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നു എന്നുള്ള ചോദ്യം. ഊരാളുങ്കൽ പണിത സ്കൂൾ കെട്ടിടം ചെമ്പൂക്കാവിൽ തൃശ്ശൂർ ജില്ലയിൽ താഴെ പോയതിന്റെ ചരിത്രം അത് ഒരുപാട് പഴയ ചരിത്രമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവിനെ ലാൽകുമാറിന് വിമർശിക്കാം. ആ കാര്യത്തിലൊക്കെ ലാൽകുമാറിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ബട്ട് ലാൽകുമാർ, യു ആർ നോട്ട് ആൻ അതോറിറ്റി ടു അസസ് ദ ഓപ്പോസിഷൻ ലീഡർ. ആസ് ആൻ ഇൻഡിവിജ്വൽ യു ക്യാൻ ഒപ്പോസ് അവർ ഒപ്പോസിഷൻ ലീഡർ, ബട്ട് യു ആർ നോട്ട് ദ അതോറിറ്റി. ഇവിടെ പ്രതിപക്ഷ നേതാവിന് മാർക്കിടാനും ഇവാലുവേറ്റ് ചെയ്യാനൊന്നും യു ആർ നോട്ട് ദ അതോറിറ്റി. അതിനുള്ള അധികാരമൊന്നും നിങ്ങൾക്കാരും നൽകിയിട്ടില്ല. നിങ്ങൾ പിന്നെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാം. പിന്നെ ഞങ്ങൾക്കൊരു അസ്വസ്ഥതയും ഇല്ല ശരത്തെ. ഞങ്ങൾ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത്?
കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അസ്വസ്ഥതയല്ലേ? ആ അസ്വസ്ഥത കേരളത്തിലെ പൊതുസമൂഹം അവർ പ്രകടിപ്പിക്കുകയല്ലേ? ഈ ഗവൺമെന്റിന്റെ 9ാം വാർഷികത്തിലേക്ക് പോകുമ്പോഴല്ലേ ഒരു സാധു ഹരിജൻ സ്ത്രീ ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അവരെ മോഷണക്കുറ്റം ചുമത്തി എന്താ പറഞ്ഞ ഇത്രയും ഭയാനകമായ രീതിയിൽ ഈ നാട്ടിൽ നിങ്ങൾ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങള് ഒന്നും ചെയ്യാതിരിക്കുന്ന നാടല്ല സേനാപതി കേരളം. അതിശക്തമായ നടപടിയിലേക്കല്ലേ പോയത്. ആ നടപടികൾ പുറത്തു വരുന്നൊരു ഘട്ടത്തിൽ അതിനെ ചിത്രീകരിക്കാൻ ഇതുപോലെ തന്നെ ഈ വിഷയങ്ങൾ പോലെ തന്നെ മുഖ്യമന്ത്രിയിലേക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കോ അതിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രതിപക്ഷം പരിശ്രമിച്ചു. അതും പൊളിഞ്ഞു വീണു വൈകുന്നേരമായപ്പോൾ. നിങ്ങൾ എടുക്കുന്ന വിഷയങ്ങളുടെ ക്രെഡിബിലിറ്റി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. ഇതിലും അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങൾ ഇതാ പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെയൊക്കെ ആ ഒരു വോയിസിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് മിണ്ടിയിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടോ? ഈ കാര്യം ഇത് കേരളത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? കേരളത്തിൽ അല്ല, നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെ കുറിച്ച് മേനി നടിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറഞ്ഞ സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച, ക്ഷേമ പെൻഷനുകൾ എത്രയോ മാസങ്ങളായിട്ട് മുടങ്ങുന്നു, സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിവിശേഷം, പേപ്പട്ടി കടിച്ച് ചെല്ലുന്നവൻ അവൻ എന്താ പറഞ്ഞ ഒരു രീതിയിലും രക്ഷപ്പെടുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇതുപോലെ തകർച്ച ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യൻ ഇതുപോലെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ മേനി പറച്ചിലും ഈ പ്രചരണവും അതൊക്കെ നിങ്ങൾ നടത്തിക്കോ, അതിനൊന്നും ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വളരെ ഭംഗിയായി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ആ ബോധ്യപ്പെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ 4-5 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ ചേലക്കരയിൽ ചേലക്കരയാണ്. എന്താ സംശയം? നിങ്ങൾക്ക് ചേലക്കരയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. KPC പ്രസിഡന്റായി വന്ന സണ്ണി ജോസഫ് പറഞ്ഞെന്താണ്? പിണറായി ഭരണകാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടർ അല്ലേ? കോന്നി ആയാലും വട്ടിയൂർക്കാവായാലും പാലായാലും, അന്ന് പാല ജയിച്ചത് LDF അല്ലേ ഉപതെരഞ്ഞെടുപ്പിൽ? ചേലക്കര ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്ന ഒരു പബ്ലിക് പെർസെപ്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇതാണെങ്കിൽ ചേലക്കരയിൽ അത് സംഭവിക്കണ്ടേ? ചേലക്കരയിൽ നിങ്ങൾ 39,400 12,000 കുറഞ്ഞപ്പോ 27,000 ആളുകൾ 4 കൊല്ലം കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്തു. അങ്ങനെയാണോ ഭരണവിരുദ്ധ വികാരത്തെ അളക്കുന്നത്? ജയവും തോൽവിയും വെച്ച് തന്നെയാണ്. ഭൂരിപക്ഷമുള്ളിടത്ത്, അത്രയും മൃഗീയ ഭൂരിപക്ഷമുള്ളിടത്ത്, അപ്പൊ ഭൂരിപക്ഷം ഇല്ലാത്ത അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടായ ഒരു നിയോജക മണ്ഡലമായിരുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചേലക്കര. കെ രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് വളരെ ചെറിയ, നിങ്ങൾ പറഞ്ഞ 36,000 സ്ഥാനത്ത് എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലത്തിൽ? അവിടെ നിന്ന് തിരിച്ച് 10,000 കടന്നുള്ള ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കല്ലേ അങ്ങനെ നോക്കിയാൽ LDF പോയത്? അത് നിയമസഭയിലേക്ക് വോട്ട് ചെയ്ത ആളുകളാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ പാർലമെന്റ് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് രമ്യ ഹരിദാസിനെ നിർത്തിയത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ നിങ്ങൾ ചേലക്കരെ കൊണ്ട് നിർത്തിയത് എന്തിനാണ്? സ്ഥാനാർത്ഥി ആരെ എന്നുള്ളതല്ലോ ആണല്ലോ, അത് പ്രധാനമല്ലേ? അതുകൊണ്ടാണല്ലോ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടെ കെ രാധാകൃഷ്ണനെയും ഈ സ്ഥാനാർത്ഥിയും തമ്മിൽ ആള് രാജിവെച്ചതിന് ശേഷം അടുത്തയാൾ വന്നപ്പോൾ 27,000 വോട്ടിന്റെ കുറവ് വന്നത് അത് ഗവൺമെന്റിന്റെ പോരായ്മയായെന്ന് നിങ്ങൾ കണക്കാക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ അംഗീകരിച്ചു. അത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അത് നിങ്ങൾ പാർട്ടികൾ തമ്മിൽ എടുത്തോളുക. പക്ഷേ എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ സമ്പത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലുകൾ ഈ നാടിനെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും ഈ വിധത്തിലാണ് ഇന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത്രമേൽ വസ്തുനിഷ്ഠമാണോ എന്നൊരു സംശയം നിങ്ങൾ അതിന് ആധാരമാക്കുന്ന ഘടകങ്ങൾ വിശദീകരിക്കുമ്പോൾ തോന്നുന്നത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഒരു സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അത് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഒരു വിജയം വേണ്ടിയിരുന്ന ചേലക്കരയാണ്. ആ ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ തന്നെ നിങ്ങൾ പറയും വിധത്തിലേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിലില്ല എന്ന് പറയുന്നതിനെയും നിങ്ങൾക്കുള്ളിലെങ്കിലും ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ സമ്പത്ത്, സമീപനം പൊതുജനങ്ങളുടെ വികാരം അതെല്ലാം ഈ സർക്കാരിനെതിരാണ്, അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇതിനെ സമീപിക്കുന്നത്. സർക്കാർ പറയുന്നതാകട്ടെ ജനങ്ങൾ കൂടെയുണ്ട്,
അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചത് ആത്മവിശ്വാസത്തോടെ തന്നെ സർക്കാർ പറയുന്നുണ്ട്. അതിലൊന്നും സംശയമില്ല. ഇതാ നാളെ പ്രോഗ്രസ് റിപ്പോർട്ട്, അവസാന വർഷത്തെ ഈ 4-ാം വർഷത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും വരാൻ പോകുന്നു. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ കടക്കിണിയെ സംബന്ധിച്ചൊക്കെ കടത്തിൻ്റെ തോത് കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ വരുമാനം, നികുതിയേതര വരുമാനം 97,000 കോടിയിൽ നിൽക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ അത് 1,00,000 കോടിയിലേക്ക് എത്തുന്നു. കേന്ദ്രവിഹിതം കുറയുമ്പോഴാണിത്. അങ്ങനെ കേരളത്തിൻ്റെ വരുമാനം എന്നത് 23% നിന്ന് 80% വരെ ഉയർത്തുന്ന ഇത് കണക്കുകളും രേഖകളും ഡോക്യുമെൻറ്റും ഒക്കെ വെച്ച് സംസാരിക്കാൻ അതിന് സംശയമില്ല. അത് വെറുതെ രാഷ്ട്രീയ വർത്തമാനം കൊണ്ട് മറികടക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത് പൊതുജനങ്ങളാകെ ഈ സർക്കാരിനെതിരാണ് എന്ന നിലയാണ്. ആ നിലയിലാണ് അവർ ചർച്ചകളിൽ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതും വിലയിരുത്തുന്നതും. മറുപടി എന്താണ്? നോക്കൂ ശരത്തെ, നമ്മളിപ്പോൾ ഈ അഡ്വക്കേറ്റ് ശ്രീ സേനാപതി വേണുവും അതുപോലെ അഡ്വക്കേറ്റ് ലാൽകുമാറും ഞാനും താങ്കൾ ഉൾപ്പെടെയുള്ളവരോട് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ആദ്യമായിട്ടല്ലല്ലോ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് സേനാപതിയിൽ നിന്ന് തന്നെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അത് പ്രകടിപ്പിച്ചു എന്നുള്ളതിൽ നന്ദി പറയണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെറിയ ഗർഭവും വലിയ ഗർഭവും ഇല്ല. അത് ഒരു അമ്മയുടെ വയറ്റിലേക്ക്, അങ്ങനെ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ഒരു ഭ്രൂണമായാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് എന്തായാലും അത് പ്രസവമായി തന്നെ മാറി കുഞ്ഞ് ജനിച്ചേ മതിയാവും. അത് ജീവനോടെയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ചാപിള്ളയായിക്കും. ഇവിടെ കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ മനസ്സിലുള്ളത് നേരത്തെ അഡ്വക്കേറ്റ് ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ അതൊരു പഴയ ചൊല്ലാണെങ്കിലും അത് പ്രസക്തമാണ്. നൊന്തപ്പെട്ട മകനൊന്ന് ചത്തുകിട്ടിയാലും കുഴപ്പമില്ല, മരുമകളുടെ കെട്ടുതാലിയറ്റ് അവൾ നിലവിളിക്കുന്നത് ഒന്ന് കാണണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സേനാപതിക്ക് വിലയിരുത്താം. എന്നാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ VD സതീശനെ ലാൽകുമാർ വിലയിരുത്താൻ പാടില്ല. അതിന് അദ്ദേഹത്തിന് യാതൊരു അവകാശവും അത്തരത്തിൽ അധികാരമൊന്നുമില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില നിർമ്മാണ തകരാറുകളെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇത് നടാടെ സംഭവിച്ചാണോ? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിൽ ഇതുപോലെ സംഭവിച്ചില്ലേ? ഒന്ന് റെക്കോർഡ് പരിശോധിക്ക്. ആന്ധ്രാപ്രദേശിൽ ഇത് സംഭവിച്ചില്ലേ? ഡൽഹി വഡോദര എക്സ്പ്രസ് വേയിൽ ഇതുപോലെ സംഭവിച്ചില്ലേ? അവിടെ പിന്നീട് ഖരഗ്പൂർ IITയിൽ നിന്ന് വന്നിട്ടാണ് അതിൻ്റേതായിട്ടുള്ള റെക്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ആ നിർദ്ദേശങ്ങൾ കൊടുത്തതും നടപ്പാക്കിയതും. ഛത്തീസ്ഗഡിൽ സംഭവിച്ചില്ലേ? പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് സംഭവിച്ചില്ലേ? അമൃത്സർ ജാംനഗർ കോറിഡോറിൽ രാജസ്ഥാനിൽ ഇത് സംഭവിച്ചില്ലേ? ആര് ഭരിക്കുമ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടത്തും നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകരുതെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ DPR ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു യൂണിയൻ സഹമന്ത്രി എന്നത് പറയുന്നത് DPRൽ മാറ്റം വരുത്തിയതിനെ സംബന്ധിച്ചാണ്. അദ്ദേഹവും ഈ യൂണിയൻ മന്ത്രി ഫോർ അത് ശ്രീ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് പറയേണ്ടത്. അതിന് കേരളത്തിലെ സർക്കാർ അല്ല ഉത്തരവാദി. ഇപ്പം ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ COVID-19 മഹാമാരി വന്നതിനെ തുടർന്ന് കേരളത്തിൽ സ്വീകരിച്ചതായ ഒട്ടനവധി നടപടികളുണ്ട്. വൈകുന്നേരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വാർത്താസമ്മേളനം അങ്ങനെ ചേരുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ അവർ തലമുറകളായിട്ടുള്ള അപ്പൂപ്പൻ, അമ്മുമ്മ, അവരുടെ രക്ഷകർത്താക്കൾ, കൊച്ചുമക്കൾ ഒക്കെ എല്ലാവരും ടെലിവിഷന് മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്താണ് സഖാവ് പിണറായി വിജയൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ജാഗ്രത വേണ്ടത്, എന്തായിരുന്നു പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം, വിശേഷിച്ച കോൺഗ്രസിൻ്റെ ചില നേതാക്കളെല്ലാം അന്ന് നടത്തിയ പണി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു? ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്ക് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ലക്ഷക്കണക്കിന് മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള നിരവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും. എന്നാൽ കേരളം ഇക്കാര്യത്തിൽ കൈക്കൊണ്ട നടപടികളും മനുഷ്യജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളതും, അത്തരത്തിൽ നമ്മുടെ ആശുപത്രികൾ ഈ ഇന്ത്യക്ക് പുറത്തു നിന്നടക്കം ഇന്ത്യയിലേക്ക് വന്നത് കേരളത്തിലേക്കുള്ള എന്തായിരുന്നു അന്ന് കേരളത്തിലേക്കുള്ള ഒഴുക്ക്? എൻ്റെ നാട്, എൻ്റെ മാതൃഭൂമിയിലേക്ക്, ഈ കേരളത്തിലേക്ക് അങ്ങനെ വരുന്നതിന് വേണ്ടി. അപ്പോൾ വാസ്തവത്തിൽ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ ശേഷം 2ാം പിണറായി സർക്കാർ വരാതിരിക്കുന്നതിന് വേണ്ടി അന്ന് മാധ്യമങ്ങൾ, കുത്തക മാധ്യമങ്ങൾ UDFനൊപ്പം,
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇന്റലിജൻസ് ബ്യൂറോ, വേറെ കേന്ദ്ര ഏജൻസികളെല്ലാം BJP-യോടൊപ്പം, ജനങ്ങൾ കേരളത്തിലെ LDF-നോടൊപ്പം, സഖാവ് പിണറായിയോടൊപ്പം. ഇതായിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ തനിയാവർത്തനം തന്നെ ആവണമെങ്കിൽ അതിൻ്റെ തനിയാവർത്തനം തന്നെ ആയിക്കോട്ടെ. കുത്തക മാധ്യമങ്ങൾ നുണപ്രചരണങ്ങൾ അത്തരത്തിൽ ഈ പറയുന്നത് ഏറ്റുപിടിക്കുമ്പോൾ അത് തന്നെ UDF-ൻ്റെ നേതാക്കൾ പറഞ്ഞുകൊള്ളട്ടെ, കുഴപ്പമില്ല. ഈ കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ച് വിട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഈ കേരളത്തിലുമെല്ലാം BJP-യുടെ നേതൃത്വത്തിൽ നടത്തിക്കൊള്ളട്ടെ. ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് UDF-ൻ്റെ ഗവൺമെൻറ്റും LDF-ൻ്റെ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ആ അനുഭവം അവർ കൃത്യമായി അവർ അനുഭവിച്ച് തന്നെ അറിയുന്നുണ്ട്. ഈ കേരളത്തിൽ LDF-ൻ്റെ ഗവൺമെൻറ് ഈ പൂർത്തിയാക്കുന്ന കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും കയറിക്കിടക്കാൻ കിടപ്പാടമോ അടച്ചുറപ്പുള്ള ഭവനമോ ഇല്ലാത്തതായ ഒരു കുടുംബം പോലും അവശേഷിക്കരുത് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഇന്ത്യയിൽ സ്ഥാനം നേടുന്ന ആദ്യത്തെ ഗവൺമെൻറ്, ആദ്യത്തെ സംസ്ഥാനമായി മാറുകയാണ്. അതിദരിദ്രരില്ലാത്ത, അതിദാരിദ്ര്യ ലഘൂകരണം, അതിൻ്റെ ഭാഗമായി മോസ്റ്റ് പോവർട്ടി എന്ന് നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുടുംബവും ഇല്ലാത്ത നിലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതായി കേരളം മാതൃകയായി മാറുകയാണ്. അതെല്ലാം തന്നെ മോശത്തരമാണ് എങ്കിൽ ആ മോശത്തരം എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. UDF ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവർ. ശരി, ഞാൻ ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കുകയായിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിയെ ഡിബാർ ചെയ്തു, ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തി, ഇതെല്ലാം ചെയ്യേണ്ടി വന്നു കേന്ദ്ര സർക്കാരിനും NHAIക്കും. അതുപോലെ IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് വിദഗ്ധ പരിശോധന നടത്താൻ പോകുന്നു. മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ കുപ്പത്ത് ഉണ്ടായ സംഭവത്തിൽ അവിടെ DPRൽ അപാകതയുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന രീതി വന്നിട്ടുണ്ട്. അപാകതയുണ്ട് എന്ന് ഈ പറഞ്ഞ NHAIയുടെ ഉദ്യോഗസ്ഥർ തന്നെ, റെസിഡൻറ്റ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ 2 ദിവസം മുമ്പുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോഴും കിടക്കുന്നത്. ദേശീയപാതയുടെ പണി പലയിടങ്ങളിലും അശാസ്ത്രീയമാണ്, റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ തോന്നിയത് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടെ വിഷയം പഠിച്ചും മനസ്സിലാക്കിയും ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ? ഏറ്റവും പുതിയ പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. വേറെ മറ്റ് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രസകരമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇത്രയൊക്കെ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരും NHAI എടുക്കുമ്പോൾ മന്ത്രി ചോദിക്കുകയാണ്, ഈ DPR ആരാണ് തിരുത്തിയത്, DPR എങ്ങനെ തിരുത്തി എന്ന് മന്ത്രി അവിടെ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ലാൽകുമാർ, അല്ല, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പ്രയോഗത്തിനകത്ത് റോഡ് തകർന്നു എന്നുള്ള പ്രയോഗം ഒരു പ്രശ്നം പിടിച്ചൊരു പ്രയോഗമാണ്. അതെ, കാരണം കമ്മീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു റോഡ്, ഞാൻ കുറച്ചാൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോഡ് നമ്മൾ കയറ്റി നോക്കും. ആ ലോഡ് കയറ്റി നോക്കുമ്പോൾ ഇത് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ നമുക്ക് പിണറായി വിജയനോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിക്കോ മറുപടി പറയാൻ പറ്റുമോ? അതിൻ്റെ എഞ്ചിനീയേഴ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലേ? അതിൻ്റെ പൊളിറ്റിക്കൽ യൂണിറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണും. ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് ആണ്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ റോഡ് കംപ്ലീറ്റ് ആയ ഒരു റോഡ് ഇടിഞ്ഞു വീണു എന്നുള്ളൊരർത്ഥത്തിൽ പാലാരിവട്ടം പാലം ഇടിയാൻ പോകുന്നു എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത് കമ്മീഷൻ ചെയ്ത് ജനം അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് രണ്ടാണ്. ഇങ്ങനെയുള്ള എത്രയോ കേസ്, ഈ ഒരു കാന ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പോയി, അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി ഇടിഞ്ഞു പോയി, അത് നമ്മൾ അവരെ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ, കേരള സർക്കാരല്ല കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. ഇത് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു എന്താ മിസ്ഹാപ്പായി പോയി എന്നുള്ളതാണ് സത്യം. അതല്ലാതെ വേറൊന്നും ഇതിനകത്തില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. അത് നടക്കാൻ പാടുള്ളതായിരുന്നോ? അല്ല, അൺഫോർച്ചുനേറ്റ് ആണ്. കാര്യം ഈ പറയുന്ന വാട്ടർ അത്രയും ഈ മഴയുടെ ഭാഗമായി റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഇതെല്ലാം കഴിഞ്ഞ ശേഷം, ഒരു മഴക്കാലം കഴിഞ്ഞ ശേഷമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എത്ര ജനജീവിതത്തിൽ പ്രശ്നമായേനെ. അപ്പോൾ ഈ അർത്ഥത്തിൽ അത് നടന്നത് ഒരു കണക്കിന് ഞാൻ നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അതുകൊണ്ട് പൊളിഞ്ഞുപോയി. വേറെ ഒരു ബെറ്റർ സ്ട്രക്ചർ അവിടെ വരും. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നൊരു പ്രശ്നം നോക്കൂ, എനിക്ക് സേനാപതി വേണു എന്നോട് പറയാൻ ശ്രമിക്കുന്നത് ഐ എം ഹാവിങ് എ മലീഷ്യസ് ഇൻറ്റൻഷൻ ടു ഡീഗ്രേഡ് ദ ഓപ്പോസിഷൻ ലീഡർ. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ഞാൻ ഒരു ചർച്ചയ്ക്കകത്ത് വരുമ്പം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചിലപ്പോൾ വാശിയോടുകൂടി വാദിക്കുമായിരിക്കാം. ഒരു പൊളിറ്റിക്കൽ പോയിന്റിന് വേണ്ടി ഞാൻ ശക്തമായി എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ നിലവുള്ളൂ. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഒരു ഡീഗ്രേഡിങ് അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചെയ്യാറുമില്ല. ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ ഉപയോഗിച്ച പ്രയോഗം തന്നെ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആ ഇറസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഒരു ഫെയർ ക്രിറ്റിസിസമാണ്, അല്ലാതെ അതൊരാളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് ഇറസ്പോൺസിബിൾ എന്നാണ്. എപ്പോഴാണ് അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തത്?
അതാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു വിമർശനം അഴിച്ചു വിടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ന്യായം വേണ്ടേ? ആ ന്യായം ആർക്കെതിരെയാണ് നിങ്ങളെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്നതിന് ഒരു റീസണബിൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായ പോസ്റ്റ് ഇരിക്കുന്ന ഒരാളല്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പറച്ചിലായി. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്ന രണ്ട് ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. എന്നറിയോ? അതൊന്ന് ആരോഗ്യവകുപ്പും പിന്നെ ഈ PWD വരുന്നതാണ്. കാര്യം എന്താ? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ആ ഡെവലപ്മെന്റ് എന്താണ് സർക്കാർ ചെയ്തതെന്ന് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന ഒരു വിഷയത്തെ പിടിച്ചാൽ മാത്രമേ പ്രതിപക്ഷത്തിന് ഒരു സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കരമായി. അത് നിങ്ങൾക്ക് അതുകൂടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഏതായാലും അതിൽ കേന്ദ്രമന്ത്രിയുടെ റോളിനെ കുറിച്ചും അദ്ദേഹം DPR-നെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ വസ്തുതകളൊക്കെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മറ്റൊന്നാണെന്നുള്ള തരത്തിലൊക്കെ പ്രതികരണം നടത്തുന്ന ആളുകളെയും യഥാർത്ഥത്തിൽ അത്തരം നേതാക്കളെയും ചുമതലപ്പെട്ടവരെയും ഒക്കെ ആളുകൾ അസസ് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ സേനാപതി, ഞാൻ നേരത്തെ ശ്രീ VD സതീശൻ്റെ കാര്യം പറഞ്ഞതുപോലെ KPC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിൻ്റെയും ഫേസ്ബുക്കിലൊന്ന് കയറി നോക്കി. പക്ഷേ ഈ രണ്ടു പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ്, NHAയുടെ വീഴ്ച, ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും സംസ്ഥാന സർക്കാരിനെ പഴിച്ചോട്ടെ, ഇതടക്കം വെച്ച് ഒരു സമഗ്രമായ ഒരു സമീപനവും ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷവും നടത്തിയിട്ടില്ല. റെസ്പോൺസിബിളായി ചുമതലപ്പെട്ട ആളുകളിലെ അവരത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ലാലിനെ പോലെയുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇറസ്പോൺസിബിളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഒട്ടും ഇറസ്പോൺസിബിൾ ആയിട്ടല്ല. ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിന് ഏതൊക്കെ പോരായ്മകൾ, അത് ഓരോ ഘട്ടത്തിലും അത് ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരൊറ്റ കാര്യം ഞാൻ ഒരു തർക്കത്തിന് വേണ്ടിയത്, അതായത് കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കാനും നമുക്ക് സാധിച്ചു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുമ്പോൾ ആ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതാ അങ്ങയുടെ കൺമുമ്പിൽ ഇത് തകർന്നു വീണിരിക്കുന്നു, അത് തകർന്നു വീണതിൽ നിങ്ങളുടെ ഗവൺമെന്റിന് എന്തെങ്കിലും പങ്കുണ്ടോ? കാരണം ഇത് യാഥാർത്ഥ്യമാക്കി എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അതിൽ തകർച്ചയിലും ശരി നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഒന്ന്, ലാല് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, അതുകൊണ്ട് ലാലിനോട് ചോദിക്കട്ടെ. ലാലെ, പാലാരിവട്ടം പാലം 15 കൊല്ലമായിട്ടും തകർന്നു വീണില്ല. VK ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിലെ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഏത് ഭാരത് ടെസ്റ്റ് വേണമെങ്കിലും നടത്തിക്കോ, അതിനെ കയറ്റിക്കോളാം. അത് എന്തേ പരീക്ഷണം നടത്താത്തത്? അത് അഴിമതി നടന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആ പാലം ഇപ്പോഴും നിൽക്കുന്നു. അടുത്ത ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഭാരപരിശോധന കൂടി നടത്തി ആ പാലത്തിനെ കൂടെ അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. അതിന്റെ കേരള ഹൈക്കോടതിയെ പോലും അങ്ങനെയാണ് നമ്മൾ കാണുന്നതല്ലേ, വരുത്തി തീർക്കുക. കാര്യമല്ലേ പാലാരിവട്ടം? അത് ഞാൻ ചോദിച്ചില്ലേ, കോടതിയിൽ വരെ കേസുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ പഴയ പഞ്ചവടി പാലമാണോ എന്ന് ചോദിച്ച കാലം. ആ പാലം അങ്ങനെയാണെങ്കിൽ അത് തകർന്നു വീഴേണ്ടതല്ലേ? കൊല്ലം 15 ഇതൊക്കെ ചെയ്യേണ്ടത് എന്തൊരു വാദവും ന്യായവുമാണ് ശ്രീ സേനാപതി. കൊല്ലം 10-15 ആയില്ലേ അവിടുത്തെ ആളുകൾ നിരന്തരം. പഞ്ചവടി പാലം തകർന്നു വീണ് നമുക്ക് സിനിമയിൽ കാണാൻ കൊള്ളാം. പഞ്ചവടി പാലം തകർന്നു വീഴുന്ന സിനിമയിൽ കാണാൻ കൊള്ളാം. പാലാരിവട്ടം പാലം അതുപോലെ തകർന്നു വീഴുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, താങ്ങാൻ പറ്റൂല. നമ്മുടെ കൺമുമ്പിൽ ഇത് തകരുമ്പോ അപ്പോഴും പറയാണ് പാലാരിവട്ടം പാലം, രണ്ടുപേരോടും പാലാരിവട്ടം പാലം ഇപ്പോഴും ഉണ്ടെങ്കിൽ വേഗം ഇടപെട്ട് പറഞ്ഞോളൂ. തീരാറായി സമയം. നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ഉണ്ട്. നോക്കൂ, പാലാരിവട്ടം പാലം ഒരു ബെഞ്ച് മാർക്കാണ്. കാര്യം പാലാരിവട്ടം ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കമ്പിയും സിമെന്റും ഒന്നും ഇല്ലാതെ പാലം പണിയാവുന്നത് നമ്മളെ മുസ്ലിം ലീഗും കോൺഗ്രസും കാണിച്ചതാണ്. അത് നോക്കൂ, ഈ പറയുന്ന കോമ്പീറ്റന്റ് എഞ്ചിനീയേഴ്സ് അതിനകത്ത് വീക്ക്നെസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാരാ പറയാനാരാ? അതിനനുസരിച്ചല്ലേ അവിടെ വർക്ക് നടന്നത്. ഇത് ചുമ്മാ പറഞ്ഞ് അതിന് അത് അല്ല വീക്ക്നെസ് ഉള്ള സാധനം എല്ലാം നിങ്ങൾ പൊളിക്കുവാണോ? നിങ്ങൾ വീക്ക്നെസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിയത്തുള്ളൂ. അതെനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം, ഒരു സ്ട്രക്ചറിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ അല്ലല്ല. എന്റെ ചോദ്യം, നിങ്ങൾക്ക് ഒരു വിഷയത്തില്
ഒരു വിഷയത്തിൽ ഒരു സ്ട്രക്ചറിന് ഒരു വീക്ക്നെസ് ഉണ്ടായാൽ നിങ്ങൾ മൂടോടെ പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിയത്തുള്ളൂ. എയർപോർട്ടിനകത്ത് ഒരു ചോർച്ച വന്നാൽ എയർപോർട്ട് മൊത്തം നിങ്ങൾ പൊളിച്ചിട്ട് ആദ്യമായിട്ട് പണിയും. അതല്ലേ നിങ്ങൾ പറഞ്ഞ ലോജിക്ക്? അതിന് മറുപടി പറയാനില്ല. ശരി, അല്ല, നമുക്കതറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച സമ്പത്ത് ചോദ്യമല്ല. ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. താങ്കളുടെ കൂടി എന്തെങ്കിലും ഈ ചർച്ചയുടെ പോർഷനിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, സമയമില്ലാത്തതുകൊണ്ടാണ് ക്വിക്കായിട്ട്. ഇത് സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി. ഇവിടെ UDF-ന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കോട്ടങ്ങളുടെയും കാരണം LDF ഗവൺമെൻറ്റാണ് എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ തലയ്ക്ക് കൈവച്ച് ശപിക്കുകയല്ലേ UDF-ൻ്റെ നേതാക്കളെല്ലാം ഇങ്ങനെ LDF-നെ. രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ അത് ജനഹിതത്തെ മാനിക്കുന്നതിന് പകരം ഈ പൊതു രാഷ്ട്രീയ ധാരയെ മലീമസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അസത്യജടിലമായ പ്രചരണങ്ങളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ട് മൂടാനുള്ള വല്ലാത്ത ബോധപൂർവമായ പരിശ്രമമല്ല. അത് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല. വളരെയധികം നന്ദി ശ്രീ സമ്പത്ത്, അതുപോലെ തന്നെ ശ്രീ ലാല്, അതുപോലെ തന്നെ ശ്രീ സേനാപതി. നമുക്ക് അതിവേഗം ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു.